തീർച്ചയായിട്ടും ആശ്വാസകരമായിട്ടൊരു കാര്യം തന്നെയാണ്. ഇനിയും വൈകും എന്നുള്ളൊരു കാര്യം തോന്നിയിട്ടിരുന്നു. എന്നിരുന്നാലും ഇത്രത്തോളം എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. നാളെ തന്നെ നമുക്ക് വീട്ടിലെത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത്. വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഇനി വീട്ടിലുമായിട്ട് സംസാരിച്ച് അവരുമായിട്ടുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നോടൊപ്പം അവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി പ്രൊസീജിയർ എനിക്ക് തോന്നുന്നത് അവൻ്റെ ഭൗതിക ശരീരം ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു പ്രൊസീജിയറേ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരവിടെ നിന്ന് ചെയ്തു തരുമെന്നാണ് കരുതുന്നത്. അതെ, ഇല്ല, അങ്ങനെ ഒഫീഷ്യലായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അവരെല്ലാം ഇവിടുത്തെ ഗവൺമെൻറ് എല്ലാം ആ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്നുള്ള വ്യക്തമായ സൂചന തന്നെയാണ് അവർ തന്നത്. അതിലൊരു ആശയക്കുഴപ്പം ഉണ്ടാകേണ്ട കാര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എത്ര മണിയോടെ പുറപ്പെടും? ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, കാരണം ഇത് നാളെ രാവിലെ ഒരു 8 മണിയോട് വീട്ടിലെത്തിക്കാനുള്ളൊരു കാര്യമാണ് ഞങ്ങൾ ചിന്തിച്ചത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിയാൽ മതിയോ? കാരണം നമ്മൾ ഒരു പുലർച്ചെ എത്തിക്കഴിഞ്ഞാൽ അതൊരു സാങ്കേതിക തടസ്സമുണ്ട് ആ സമയത്ത് എത്തുന്നതിൽ. അപ്പം രാവിലെ നേരം പുലർന്നതിന് ശേഷം അവിടെ എത്തുക എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഏട്ടനെ കൊണ്ടുപോകാനുള്ളത് മാത്രമേ ഉള്ളൂ, വേറൊന്നും ചെയ്യാനില്ല. ഇല്ല, ഞാൻ വിളിച്ചില്ല, അളിയൻ വിളിക്കുന്നുണ്ട്. അവിടെ പോവുക, ഏട്ടനെ കൊണ്ടുപോവുക, വേറൊന്നും ചെയ്യാനില്ല. ഞാനിപ്പം വിളിച്ചിരുന്നു, എല്ലാവരും ഓക്കെയാണ്.